എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. യെസ്, അപ്പം മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണ്? അണ്ടർഗ്രൗണ്ട് എന്തിന്റെ അടിയില്? ഭൂമിയുടെ അടിയിൽ. നമ്മളൊന്ന് ഭൂമിയുടെ അടിയിലൊരു മാറിപ്പോയി പോയല്ലേ, കയ്യിൽ നിന്ന് പോരും അങ്ങനെ. അപ്പൊ മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ നമ്മളൊരു വീടുണ്ടാക്കാൻ പോവാണ്. അതും ചെറിയ വീടല്ല, ഇച്ചിരി കൂടെ വലിപ്പമുള്ള വീട്, നല്ല വലുത്, ലക്ഷറി. പിന്നീട് അത് ലക്ഷറി ആവും, ആദ്യം പണിത് വരുമ്പോൾ ബിക്ഷറി ആവുള്ളൂ. അപ്പൊ എന്തായാലും മച്ചാന്മാരെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല, ഇന്ന് മൊത്തം പണിയുടെ ദിവസമാണ്. അപ്പൊ ഇന്ന് എല്ലാവർക്കും പണിയുണ്ട് കേട്ടോ, നല്ല പണി എടുക്കേണ്ടി വരുന്നേ. അപ്പൊ മച്ചാന്മാരെ തുടങ്ങിയാലോ പരിപാടി, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അപ്പൊ മച്ചാന്മാരെ കുഴി തുറക്കൽ ആരംഭിക്കുകയാണ്. ഇനി വലിയൊരു കുഴി നമ്മളിവിടെ തുറക്കും. ആ തുറന്നേലാണ് നമ്മൾ ബാക്കി പരിപാടിക്ക് ചെയ്യുന്നത്. അപ്പൊ JCB കൈകൾ പണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 3 ദിവസങ്ങൾക്ക് ശേഷം, അതായത് 3 ദിവസം നമ്മൾ ഇതിന്റെ മണ്ണ് സെറ്റ് ആവാനായിട്ട് വെച്ചുട്ടാ. അപ്പൊ ഇനി ഇന്നത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളുടെ ഈ കാണുന്ന കുഴീനെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഹൗസ് ആക്കി മാറ്റിയെടുക്കൂട്ടോ. അപ്പൊ ഇതിന്റെ എൻട്രൻസ് നമ്മൾ വരുന്നത് നേരത്തെ കാണിച്ചായിരുന്നു. ഈ പടിക്കെട്ടാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇതൊന്നും അല്ല, ഇത് കഴിഞ്ഞ ചെറിയൊരു ബങ്കർ മാത്രം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിലെ പടി നമുക്ക് റെഡിയാക്കി എടുക്കണം. ഈ പടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ പടിയാണ്. നമ്മൾ JCBക്ക് വെറുതെ വലിച്ചിട്ടിട്ടുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പടികളാണ്. അപ്പോൾ നമ്മളിത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അമ്മേ അത്യാവശ്യം പാടായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനായിട്ട്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള നമ്മളുടെ ഇത് നോക്കിയേ അണ്ടർഗ്രൗണ്ട് ഹൗസ്. അതായത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല എന്താ പറയുക, നമുക്കിവിടെ സ്പേഷ്യസ് ആയിട്ട് കറങ്ങി ഓടി നടന്ന് പണിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര വലുപ്പത്തിൽ ഈ സംഭവം ചെയ്യുന്നേട്ടാ. പിന്നെ നമ്മുടെ JCB പണിക്കാരൻ നല്ല പണിക്കാരനായതുകൊണ്ട് തന്നെ നോക്കി അത്യാവശ്യം വൃത്തിയിൽ ചുമരൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് പണിയാനുള്ള കുഴി റെഡിയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പണിയാനുള്ള പണിയായുധങ്ങൾ വേണ്ടേ മോനെ? പണിയായുധങ്ങൾ വരട്ടാ. അയ്യോ, കട്ടാമ്പാര് എത്തിയിട്ടുണ്ട്, മണ്ണ് കോരാനുള്ള ചട്ടികൾ എത്തിയിട്ടുണ്ട്, തൂമ്പ, അമ്മേ. അങ്ങനെ പണിയായുധങ്ങളും എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് പണി തുടങ്ങിയാല. അപ്പൊ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്ഥലം വേണം, ഭയങ്കര കൺജഷനായി പോരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും ഹൈറ്റും അതുപോലെ തന്നെ ഇത്രയും വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തേ. ഇതിനുള്ളിൽ നമുക്കൊന്ന് പെരുമാറാനുള്ള സ്ഥലം കിട്ടണം. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ നമ്മളുടെ ഒരു പടിക്കെട്ടിന്റെ ആ ഒരു ചെറിയ ഗ്യാപ്പ് മാത്രമേ മുകളിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി താഴേക്കുള്ളതൊന്നും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാത്ത രീതിയിലായിരിക്കും നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മളിത് തുടങ്ങാണ് പണി. അങ്ങനെ എന്നെ കുഴിയിലിട്ടിട്ട് പണിയെടുക്കാണ്ട് മുകളിൽ കിട പാടാ പണി തുടങ്ങാ. അപ്പൊ ഇനി പണി തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മുടെ പടി ഒന്ന് ഷേപ്പാക്കി എടുക്കുകയാണേ. നമ്മുടെ കോർണറുകളൊക്കെ കുറച്ച് തള്ളിക്കിടന്നൊന്ന് ഷേപ്പാക്കിയിടാ, ഇച്ചിരി ഭംഗിയാവേ. എന്നത്തെയും പോലെ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇന്നും വെയിലായിട്ടാ. നമ്മുടെ വെയിലത്ത് നിന്ന് പണിയാൻ തന്നെ നമുക്ക് യോഗം. ഞാൻ പറഞ്ഞപ്പോഴേക്ക് തള്ളൊന്നല്ല, സൂര്യഭഗവാൻ കനിഞ്ഞും തോന്നുന്നു. നേരെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണേപ്പടി ഇട്ടാല. റെഡി, 1 2 3. അയ്യോ, അപ്പൊ ചട്ടി ആരെടുത്തോണ്ട് വരും? എടാ ചട്ടി വരുമ്പോ ചട്ടി എടുക്കണേ. മണ്ടോത്തിട്ടാ ചേർന്ന് ഞാൻ ഇതിന്റെ പകുതി പുറത്താണ്. അവൻ വാരിട്ട് ആകെ ഒരു ചട്ടിയാണ് വാരിട്ടു, അതിന്റെ പകുതി തിരിച്ചാനിട്ടിട്ടുണ്ട്. നമ്മളിനി ഒരു ഷെൽഫ് ഉണ്ടാക്കുന്നുണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അളവെടുത്ത് വരക്കാൻ പോവാണേ. നമ്മളെ യൂട്യൂബിലൊക്കെ കുറേ കേവ് മേക്കിംഗ് വീഡിയോസൊക്കെ കാണും ട്രൈബൽസിൻ്റെ.
അപ്പോൾ അതിലൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഷെൽഫുകളൊക്കെ ഉണ്ടാക്കാൻ കാണാൻ പറ്റും. പക്ഷെ അവരുടെ നാട്ടിലെ മണ്ണല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ മണ്ണ്, നമ്മുടെ നാട്ടിലെ കല്ലാണ്, അവരുടെ നാട്ടിലെ മണ്ണാണ്. നമ്മൾ നല്ല പണിയെടുത്താലും ഇവിടെയൊക്കെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ നമ്മുടെ ഷെൽഫിൻ്റെ പണി അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫ് റെഡിയായി. അത്യാവശ്യം നമുക്ക് സാധനങ്ങളൊക്കെ വരണം. വെള്ളമോ ഗ്ലാസ്സൊക്കെ വെക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് വെക്കാം കേട്ടോ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഷെൽഫിനെ. ഇപ്പം നടക്കുന്നതാണ് പരത്തൽ പ്രൊസീജിയർ കേട്ടോ. അതായത് അടിയിലുള്ള മണ്ണൊക്കെ നമ്മളിങ്ങനെ വടിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് പൊന്തി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മുകളിലുള്ള കട്ടയൊക്കെ മാറ്റിയിട്ട് പിന്നെ പൊടി മണ്ണാകുമ്പോൾ ചവിട്ടി ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ലെയറുള്ളത് അങ്ങോട്ട് വടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് ഹൗസിൻ്റെ മേൽക്കൂര പണിയാൻ പോവാണ്. അപ്പോൾ നമ്മളിത് മുള വെച്ചിട്ട് ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ബാക്കി കൂടാനൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മുള ഒന്ന് പതിയെ താത്താനായിട്ട് മണ്ണിൽ താത്താനായിട്ട് കുഞ്ഞു കുഴി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ മുളയുടെ ഏകദേശം ഒരു വീതിക്ക് നമ്മൾ ചെറിയൊരു കുഴി ഉണ്ടാക്കുകയാണേ. അപ്പോൾ മച്ചാമാരെ ഇത് നമ്മൾ എല്ലാ ഹോളുകളും ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് മണ്ണിലിട്ടാണ് നമ്മുടെ മുള വെക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഓരോ മുളകളായിട്ട് നമ്മളെടുത്ത് ഇറക്കി വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലൈവുഡ് ഇട്ട് മൂടാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. ഓക്കെ, കൊണ്ടുവന്ന് വെച്ചോനെ അന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ. ചിലയിടത്തൊക്കെ നമ്മുടെ മുളയ്ക്ക് നീളം ഇച്ചിരി കൂടുതലുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. ഇത് കണ്ട നമ്മൾ വെക്കാൻ പോകുന്ന മുളയുമ്പോൾ നമ്മൾ ഓൾറെഡി ട്യൂബ് ഇട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ വയറിങ് മാത്രം ചെയ്താൽ മതി. ഇത് നേരെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് വെട്ടം കിട്ടുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇടയിൽ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്കുള്ള വെട്ടത്തിനുള്ള ട്യൂബാണ് നമ്മൾ ഇപ്പോഴേ സെറ്റ് ചെയ്ത് പോകുന്നത്. കണ്ട നമ്മുടെ ഓരോ മുളകളിലും നമ്മൾ ട്യൂബ് വെച്ച് ടൈറ്റ് ചെയ്ത് സെറ്റാക്കുകയാണേ. വെള്ളയാണ് വെള്ള. അങ്ങനത്തെ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ പണിയിരിക്കുള്ളൂ. ലൈറ്റ് എടുത്ത് പോനെ. നമുക്ക് പടിയിലേക്കുള്ളൊരു ലൈറ്റ് കൂടി സെറ്റ് ചെയ്യണേ. ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് വെച്ചാൽ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതും വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് പടിയുമേക്കുള്ള വെട്ടോടി കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെട്ടമായിരിക്കണം കേട്ടോ. നമ്മൾ പകൽ വെട്ടം പോലെയാണ്, അതാണ് നമ്മൾ നിറച്ച് ട്യൂബ് ഇടുന്നത്. അപ്പോൾ ഇത് നോക്കിയത് നമ്മുടെ മേൽക്കൂരയ്ക്കുള്ള മുളയൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ലൈറ്റ് അവിടെ വെച്ച് ഇതിൽ വയറിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വയറിങ് ഒക്കെ ഇപ്പോഴേ നമ്മൾ തീർത്ത് വെക്കുകയാണ്. കാരണം ഇതിൻ്റെ മുകളിൽ മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലേക്ക് ഒട്ടും വെട്ടുണ്ടാവില്ല. അപ്പോൾ വെട്ടത്തിന് വേണ്ടി നേരത്തെ തന്നെ നമ്മൾ ട്യൂബൊക്കെ ഇട്ടിട്ട് ആ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനെൻ്റെ വയറിങ്ങാണ് പറയണേ. ഇത് കഴിഞ്ഞ് കയറുമ്പോൾ നോക്കിയൊക്കെ പിടിച്ചില്ലെങ്കിൽ ഷോക്ക് അടിച്ചിരിക്കും. നീയൊക്കെ എത്ര എണ്ണം തരിച്ചിരിക്കും തമ്പരാനറിയാം. അപ്പോൾ നമ്മൾ ടേപ്പ് അടിച്ച് നമ്മുടെ വയറിങ്ങിനെ സ്ട്രോങ് ഒക്കെയാണ്. ഇതിനുള്ളിൽ കാണണമെന്നല്ല കേട്ടാ. കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കിക്കോ പള്ളിപ്പെരുന്നാളൊക്കെ നമ്മൾ പള്ളിപ്പെരുന്നാൾ. കാരണം ഇത് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെട്ടമേ ഉണ്ടാവില്ല. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പള്ളിപ്പെരുന്നാൾ ഇടും. ഞാനിവിടെ ടേപ്പ് അടിച്ച് ചുറ്റി വയ്ക്കാൻ പോണു വെറുതെ. തലയിൽ വേണം നോക്കണം കേട്ടോ പ്രവി. നമ്മളേ നമ്മുടെ ബങ്കറിൻ്റെ ഉള്ളിൽ മൊത്തം റൗണ്ടിൽ വയറ് ചുറ്റിയിടണ്ട കേട്ടാ. നമുക്ക് മാലോട് വിടാനായിട്ട്. ഇനി പ്രവീണിൻ്റെ ബർത്ത്ഡേ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവീണിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരിക്കുള്ളൂ. അത് ഇനി മൂടും. പിന്നെ അടുത്ത വർഷം തുറക്കുള്ളൂ. ഭാവിയിലിട്ട് തുറക്കണമല്ല. ശരിക്കും നമുക്ക് മാവേലിന് ഈ സെറ്റപ്പിൻ്റെ ഉള്ളിൽ ഇറക്കിയാൽ ഇത്തവണത്തെ വീഡിയോയിൽ പാതാളത്തിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കാം. പവർ ആയിരിക്കുള്ളൂ. പൊന്തി നമ്മൾ വിചാരിക്കണം ലോക്കൊക്കെ മാറ്റി മണ്ണൊക്കെ മാറ്റി ഭൗമിക്കിനെ ഇറക്കാം. ഞങ്ങളുടെ സ്പൈഡർമാൻ പോരട്ടെ. സ്പൈഡർമാൻ പോരട്ടെ. കുടുങ്ങിണ്ട് വാട ഊഞ്ഞാലാടാ തൂങ്ങാൻ വാ. അയ്യോ അയ്യോ ഉണ്ടായാലോ ഇങ്ങനെ ഇനി വയറൊക്കെ അടിച്ചു നോക്കിയടാ. എർത്തുണ്ടാന്ന് നോക്കിയടാ അതിന്. അയ്യോ എർത്തുണ്ടെ നമ്മ എല്ലാവരും ഇരിക്കും.
എടാ ഇങ്ങനെ പൊക്കി കയറ്റി വിട്ടാലോ അവനാ? പൊക്കിക്കോ മുകളിലേക്ക് പൊക്കിക്കോ. കയറി പോട്ടെ, പൊക്കിക്കോ. പോട്ടെ, കയറി പോട്ടെ. ഇല്ല പോട്ടെ കയറി പോട്ടെ. യെസ്, പൊക്കോ. ശരിയാണല്ലേ, നീട്ടി വെച്ചിട്ട് അടിയിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പോത്തിനൊക്കെ ഗ്രില്ല് ചെയ്യാം ഇതില്. അങ്ങനെ നമ്മുടെ ഫ്രെയിം ഒക്കെ സെറ്റ് ആയി. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് പ്ലൈവുഡ് ഇട്ട് കൊടുക്കാൻ പോവാണ് ട്ടാ. ഓക്കെ, നമ്മൾ പ്ലൈവുഡ് ഇട്ട് ഇത് സെറ്റ് ആക്കും. ഇല്ലടാ ഇരുന്നു. അങ്ങനത്തെ നമ്മൾ ഓരോ പ്ലൈവുഡുകളായിട്ട് ഇട്ട് സെറ്റ് ആക്കണം നമ്മ. അവന് പോവാൻ പറ്റും. പക്ഷെ ഞാനെന്നെ പോണെങ്കിൽ ചിലപ്പോ ഇത് വീഴൂട്ടാ. ഇനി എടാ കുഴപ്പമില്ലടാ. ഏടാ മോളിൽ കൂടെ നടക്കാടാ. കുഴപ്പമൊന്നുമില്ല. അതെ നല്ല ബലമുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാ താഴെ നിർത്തുണ്ടോ മതിട്ടാ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോണ്ട്. എടാ ഇത് മൊത്തം മൂടി കഴിഞ്ഞ് ഉള്ളി നോക്കണ്ടേ? തുറന്നേ പ്രേമന്റാടാ. ഉള്ളില് എന്റെ അമ്മേ, എന്റെ ഉള്ളിലിപ്പാ എന്നാലും ചെറിയ വെട്ടമനുണ്ടാ ഉള്ളില്. നീ വാ. ലോ ലൈറ്റ് ചെറിയ വെട്ടമീന്റെ ഇടയിൽ കൂടി വന്നതാട്ടാ. ഇത് നമ്മൾ ഇത് മൂടിക്കളയും. വേടോ ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പ് ആയല്ല, വേറെ ബങ്കർ പോലെ ഇല്ലേ. ഇതിന്റെ ഉള്ളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടാ. അവിടെ ഒരു ചെറിയ ഹോൾ ഉണ്ട്, അതിൽ കൂടി വെട്ടം തന്നെ. അമ്പോ തലേ മണ്ണ് വാരിട്ടല്ല. ഇനി ഇതേ മോളിൽ പോയിട്ട് ഇനിയും ബാക്കി പണിയുണ്ട് കേട്ടോ. പ്രണയ വാ, മോളിൽ പോയി ക്യാമറ എടുത്തോ. എടാ ബങ്കർ അടച്ചിട്ടോ, തുറക്കണടാ. തുറക്കടാ, എടാ കല്ലൊക്കെ തുറക്കാ മൂടല്ലേ. അപ്പൊ നമ്മുടെ ഉയർത്ത് മാവേലി വന്ന് ഭാഗ്യം വരെ മൂടിയില്ല. പറഞ്ഞവര് ചെയ്തായിരുന്നെങ്കിൽ മൂടിയായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ടി വന്നേനെ. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ഒരു വാതിൽ സെറ്റ് ചെയ്യണോട്ടോ. അത് അടച്ചിട്ടേ പോനത്. ഇനി ഇതേ ഇപ്പൊ ഇങ്ങനത്തെ സെറ്റപ്പിലാണ്, പക്ഷെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് മൂടും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ബാക്കി നമ്മൾ മൂടിക്കളയും. നമുക്ക് ഇതിനെ ചെറിയൊരു പീസാണ്. നമ്മൾ ഇറങ്ങിയ സമയത്ത് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതുകൂടി ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കൊണ്ട് അടച്ചോടാ. ഇനി നമ്മളിത് സ്ക്രൂ ചെയ്യാൻ പോവാണേ. അങ്ങനത്തെ നമ്മുടെ ബങ്കറിനുള്ള വാതിൽ സെറ്റ് ആക്കിയേ. പൊട്ടെ സാധനം പൊട്ടെ. അങ്ങനത്തെ നമ്മുടെ ഡോറിന്റെ പരിപാടിയും നമ്മൾ സെറ്റാക്കി സ്ക്രൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ മുകളിൽ മണ്ണിട്ട് മൂടുകയാണിത്. ഇനി നമുക്ക് നമ്മുടെ സെറ്റപ്പ് തുറക്കാനായിട്ടൊരു ഹാൻഡിൽ വേണ്ടേ, അതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബങ്കർ ഡോറ് റെഡി ആയിട്ടുണ്ട്. ഡോറ് തുറന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങാം, ഡോർ അടച്ചാൽ അടഞ്ഞു കിടക്കും. അപ്പം മച്ചന്മാരെ ഇനി നമ്മളിത് മൂടാൻ പോവാണ് കേട്ടോ. എടാ എന്നെ വെച്ച് മൂടല്ലേ ഏട്ടാ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, പോട്ടെ. ഇത് മൂടി കഴിഞ്ഞിട്ടാ. ഈ സൈഡല്ല, ഈ സൈഡ് ഇങ്ങോട്ട്. ഏത് 2 കല്ല് ഇട്ടിട്ടുള്ള അറ്റത്തേക്ക് എത്തിയില്ലേ? വെച്ചോ. എടാ നമുക്ക് ഈ മൂലക്കേക്ക് സ്ക്രൂ ഇത് കറക്റ്റാണ്. ഇവിടെ ആണോ? കൂടുതലാണെങ്കിൽ എടുത്തു ഇതേ വലിച്ചുണ്ടോളൂ. ഓക്കെ അല്ലേ? ഇത് ഓക്കെയാണ്. ഇനി മണ്ണിടാല. എടാ നിങ്ങളെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചോ. അപ്പൊ ഇനി നമ്മള് ഇതിന്റെ മുകളിൽ മണ്ണിടാൻ പോവാണേ. പിടിച്ചിട്ടേ ഇതിന്റെ ഉള്ളിൽ ഇട്ടേ ഞാൻ. പോട്ടെ സാധനം പോട്ടെ. വീശി ഇങ്ങനെ
ഞാനിടണന് ഒരു കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ ബങ്കറിൻ്റെ അണ്ടർഗ്രൗണ്ട് ഹൗസിൻ്റെ ഡോറിൽ നമ്മൾ തുറക്കുമ്പോൾ മണ്ണ് പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പശ ഇട്ടിട്ട് അതും വേണ്ട മണ്ണിടുന്നത്. അങ്ങനെ അതേ ഇട്ട പശ തേമ്പി കൊടുക്കുകയാണേ. ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി പൊടിമണ്ണ് ഇടാൻ പോകുന്നത്. എഡ്ജിലേക്കൊക്കെ എത്തിച്ചു പോകുന്നത്. അപ്പോൾ അതേ ഇനി മണ്ണിട്ട് കൊടുക്കുകയാണേ. പശയിൽ മണ്ണ് ഒട്ടിപ്പിടിച്ചോളും. ഡോറിനി അറിയൂല, നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അങ്ങനെ മച്ചാന്മാരെ ഇതേ നോക്ക്, നമ്മളുടെ മൊത്തം പണി കഴിഞ്ഞു. നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിന് ഇപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിൽ എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ട് ഹൗസ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂല. ചിലപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് ചിലപ്പോൾ ഇതിൻ്റെ മുകളിലായിരിക്കും. ഞാനിപ്പോൾ കറക്റ്റ് നിൽക്കുന്നത് അതിൻ്റെ മുകളിലാട്ടോ. ഇപ്പോൾ പോയതിനെ താഴേക്ക് തോന്നുന്നു. അത്യാവശ്യം ബലമുണ്ട്. അതുകൊണ്ട് തന്നെ അതെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇതേ പിള്ളേർ കയറാൻ റെഡിയാണ്. ആ മോളെ കയറിയാളാ റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നീ തുറന്നില്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ അണ്ടർഗ്രൗണ്ട് ഹൗസ് ഒന്നും മനസ്സിലാവില്ല. പക്ഷേ നമ്മളിതേ ഇതാണ് ഇതിൻ്റെ ഡോർ ഇട്ടാ. ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിതേ ഒരു വലിയ കവാടം ഇതേ പ്രത്യക്ഷപ്പെട്ടു. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാതിലൂടെ അടിച്ച് കഴിഞ്ഞാൽ പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും മനസ്സിലാവില്ല കേട്ടാ. 3-4 പേര് ഇതിൻ്റെ അടിയിലുണ്ടത്. പ്രവീൺ വെച്ചാലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാലാ? എടാ റെഡിയാണാ? ഞാൻ ചാടൂല. ആരാണ് ആദ്യം പോണേ? ഇതിൻ്റെ ഉള്ളിൽ വല്ല ജീവികളൊക്കെ കയറിയെന്നുണ്ടെങ്കിലാ? ആ പോയി പോയണാ നീ, ഞങ്ങളൊന്ന് പറയണ്ടേ? എടാ നിക്കില്ല. ആ പൂടിട്ടോ. മണ്ണിട് ടിപ്പർ അവിടെ എല്ലാവരും എടുക്കാൻ മണ്ണിട്. ഒരുത്തനെ കയറ്റി വിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. എടാ അവിടെ ഓക്സിജൻ ഒക്കെ ഉണ്ടാ? ഓക്സിജൻ ഉണ്ടാ അവിടെ? നീ മാത്രമേ ഉള്ളൂ? എടാ ഇത് പഴയ സാധനം ഇട്ടാ. ഇതൊക്കെ അടിക്കല്ലേ നീ മറ്റേ സാധനം ഒന്ന് പറയൂട്ടാ. 90s കിഡ്സ് ആണെന്ന് പറയൂട്ടാ. വേർപ്പാ മുള വേർത്തിരിക്കണം. നീ മുകളിലേക്ക് കയറി വന്നേ. അപ്പോൾ ഇത് ഒരുത്തനെ അതിൻ്റെ ഉള്ളിലേക്ക് വിട്ടിട്ട് പഴയ ചെളിയൊക്കെ ഇടിക്കണം. ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓക്സിജൻ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയണം. എന്തു ആകിരാ അത്? ജർമ്മനി പോകാനുള്ള നീ ഇങ്ങനെയൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? കയറി വാ ജർമ്മൻകിരൻ കയറി വാ. ജർമ്മൻകിരന് തിരിച്ചു കയറാൻ പറ്റുന്നില്ല. അതിനുള്ള ആരോഗ്യമില്ല അവന്. ഒടിയൊന്നുമില്ല. പിന്നെ ഒടിയണ നമ്മുടെ സാധനം ഒടിയൂന്ന് പെട്ടെന്ന് ഒടിയാൻ. അപ്പം ഇനി ഇത് നമ്മളുടെ അണ്ടർ ടണൽ നമ്മൾ ഇത്രയും പേര് അണ്ടർഗ്രൗണ്ട് ഹൗസ് ഏതന്നെ ബങ്കറിൻ്റെ റിവ്യൂ നടത്താനായിട്ട് പോവാണ്. തുറന്നാലാ? ഓക്കെ. എങ്ങനെയാ നേരത്തെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ചൂടണ കുഴപ്പമില്ല. നമുക്ക് AC വെക്കിയത് കഴിഞ്ഞിട്ട്. അപ്പോൾ സംഭവം നമ്മൾ തുറക്കാണ്. ഉദ്ഘാടൻ. ആരാണ് ആദ്യം പോകുന്നത്? ആ വിട്ടോ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാട്ടും പാടിയൊക്കെ പോണേ ദൈവമേ. എടാ വാ എല്ലാവർക്കും പോവാ. ഇറങ്ങിക്കോ എല്ലാവരും ഇറങ്ങിക്കോ. പൊക്കോ. ആ അടുത്ത ആൾ പോട്ടെ. ആ പോട്ടെ. 4 പേരായിട്ടുണ്ട് കേട്ടോ ഇപ്പം. വാടാ പ്രവി, നീയും പോരെ. പ്രവീൺ മച്ചാനും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാട്ടാ. ഓക്കെ അല്ലേ? എന്റെ മുഖത്ത് വെട്ടുണ്ട്. വാ പോരെ. നീ ഒരു കാര്യം ചെയ്യ്, ഇറങ്ങി പോരെ. വാ നീ ഇറങ്ങി പോരെ. വാ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോ യെസ് മാലോൾബ് കിട്ടും. നിങ്ങളൊന്നും അറിയാണ്ട് ഞാൻ മാലോൾബ് ഇട്ടിട്ടുണ്ട്. വേറെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് ഇതിന്റെ സെറ്റപ്പ് അങ്ങനെ അടച്ചാലാ? നമ്മള് ഇല്ല ശരിയാണല്ലോ. ലൈറ്റ് ഇടാൻ ഒരാൾ പോയേ. അപ്പത്തേ സംഭവത്തിൻ്റെ ഉള്ളിലില്ലേ ഓക്സിജൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് ചൂട് വന്നിട്ടുണ്ട്. എവിടെ നിന്നും ചൂട് കയറി പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഒക്കെ ഇട്ടുണ്ട്. ഇതൊന്നല്ല ഏട്ടാ. ഇപ്പൊ ലൈറ്റ് ഇടും. എടാ ആ വാതിലടച്ചേ. ബങ്കറടച്ചേ. ആ അവൻ പോയി. ആ ദൈവമേ. ഇനി എന്തായാലും ചെതലൊന്നല്ലേ? എടാ ചെതൽ പിടിച്ചടാ. ദൈവമേ നമ്മളിവിടെ സാധനം സെറ്റ് ചെയ്ത് അറിഞ്ഞുകൊണ്ട് കണ്ട ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ ചെതൽ പുറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ചെതലുണ്ടാവോ? വരൂട്ടാ ചിലപ്പോ. ഇനി നമ്മൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എങ്ങനെയാണ് നോക്കുന്നതോടാ? അടിപൊളിയല്ലേ സംഭവം? എങ്ങനെയുണ്ടാ പ്രവീണേ? സെറ്റ് അല്ലേ? ലൈറ്റ് വരട്ടെ. സ്റ്റെപ്പ് സൂപ്പർ. ഇങ്ങനെ വെട്ടം പോയടാ. മിന്നിക്കവൻ അവനിത് എന്റർടൈൻമെന്റടാ. അതാണ് മിന്നിച്ചോണ്ടിരിക്കണേ അവൻ. എടാ ലൈറ്റ് ഇട്ടു വാടാ.
സ്റ്റേബിൾ ആയി പോലെ സെറ്റ് ഇതേ ട്യൂബ് ലൈറ്റ് ഉണ്ട്, മാല ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ എടാ ഇത് രൂപ കൂടാക്കാല ദൈവത്തിന്റെ കൊണ്ടെന്ന് വെച്ചാൽ പ്രതിഷ്ഠിക്കാൻ നമുക്ക് ഇവിടെ. പോയോ വന്നാ തിരിച്ചു വരുന്നുണ്ട്. ദിവ്യ വെളിച്ചം. യെസ്, അടച്ചോടാത് ബങ്കർ അടച്ചു. ഇപ്പൊ തലയിൽ കൂടി ഇട്ടവൻ. അങ്ങനെ വിശാലമായ നമ്മളുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിന്റെ പണി കഴിഞ്ഞു. മൊത്തത്തിൽ അടച്ചു കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സത്യം പറഞ്ഞാൽ നല്ല ഹ്യൂമിഡിറ്റി ആട്ടാ. നമ്മുടെ ആ തണുത്ത മണ്ണിന്റെ ആ ഒരു സെറ്റപ്പും പിന്നെ ചൂടുകൂടി ആയിപ്പോ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചൂടുണ്ട്. കുറച്ചു നേരം നമ്മൾ നിന്നാൽ പുഴുങ്ങിപ്പോകും. നമ്മളൊരു എക്സോസ്റ്റ് ഫാനോട് വെക്കേണ്ടതായിരുന്നു അല്ലേ. കുക്കറിൽ നിൽക്കണ അത്ര ചൂടില്ല, എന്നാലും ഒരു ഹ്യൂമിഡിറ്റി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ. ഫ്രഷ് ആയിട്ട് നമ്മൾ തുരങ്കായതുകൊണ്ട് തന്നെ ആ ഈർപ്പം നിൽക്കുന്നതിൻ്റെ കൂടെ ഇത്തിരി ചൂട് വന്ന് എങ്ങനെ ഉണ്ടാവും, ഹ്യൂമിഡിറ്റി കൂടിയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മളൊരു എയർ വെന്റിലേഷൻ ഇതിലിടണം. അടുത്തേൽ നമ്മൾ ഇതാക്കും. കുറച്ചു നേരം കഴിയുമ്പോഴൊക്കെ തളർന്ന് വീഴണം അല്ലേ പ്രവീണേ? സംഭവം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട്? എയർ പ്രഷർ വ്യത്യാസം ഉണ്ടോ? ചെറുതായിട്ട് ചെവി അടഞ്ഞ പോലെ ഇല്ലേ? ഒരു തുരങ്കത്തിന്റെ ഉള്ളിൽ ഇപ്പൊ കയറിയപ്പോ ഉള്ള പോലെ ശ്വാസം മുട്ടലൊന്നുമില്ല, ഒരു ഇത്. അപ്പൊ നമ്മുടെ ലൈറ്റ് ഒക്കെ ഇതിനുള്ള സെറ്റാണ്. ഇതിനുള്ള ഇപ്പൊ എന്തിനു പറയാ, നമുക്ക് ചുവന്ന മഞ്ഞ ഷോടയൊക്കെ കുടിക്കണം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക. ഓ വേറെ വൈബ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ചൂടിനുള്ളൊരു സെറ്റപ്പ് ചെയ്യണം കേട്ടോ. നല്ല ചൂടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. AC അല്ലെങ്കിൽ ഒരു എയർ വെന്റിലേഷൻ വെക്കേണ്ടി വരും. പ്രവീണേ എങ്ങനെയുണ്ട് സംഭവം? സംഭവം അടിപൊളി അല്ലേ? അവിടെ എന്തെങ്കിലും ഇങ്ങനെ ഗുഹ പോലെ തുറന്നു പോയിട്ട് അപ്പുറത്തെ വേറൊരു ബിൽഡിംഗ് വന്നിട്ട് അത് കൂടെ ഐഡിയകൾ തന്നെ നോക്കുന്നത്. പണി തമ്പന്നെ എടുക്കണം. നിങ്ങൾക്ക് ക്യാമറ പിടിച്ചാൽ മതി അല്ലടാ. JCB അതിൻ്റെ ഉള്ളിൽ പണിയണ്ടേ, പണി തീർക്കണ്ടേ? അല്ലല്ല ഞാൻ പറയട്ടെ പ്രവീണേ, JCB കുത്തണം എന്ന് പറഞ്ഞ്, പക്ഷെ അത് കഴിയുമ്പോ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് JCBയുടെ മുകളിൽ കൂടെ തുറക്കാൻ പറയണെങ്ങനെ? എടാ മോളിൽ എഡ്ജുകൾ ചെയ്യണം, ഇതുപോലെ സാധനങ്ങൾ ചെയ്യണം, ഇതിനൊക്കെ ക്ലിയർ ചെയ്യണം. എന്തോരം പണി വരും ഇനി അടുത്ത് ഉണ്ടാക്കണെങ്കി. അല്ല ഞാൻ പറയാം, പ്രവീൺ മച്ചാന്റെ ഐഡിയ ആയിരുന്നു തുരങ്കം ഉണ്ടാക്കണം, മറ്റേ അണ്ടർഗ്രൗണ്ട് ഹൗസ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പൊ പ്രവീൺ മച്ചാൻ പറഞ്ഞ ഡിസൈനിലാണ് നമ്മൾ ഇത് ചെയ്തത് അല്ലേ പ്രവീൺ? അല്ലേ? ഇപ്പൊ ഐഡിയ മാറ്റം എന്താണ്? അല്ല ചെറുതായിട്ട് ഇതിൽ കൂടെ തുറന്നു വിട്ട് വേറൊരു ബിൽഡിംഗ് എടാ തുറന്നിട്ടാ JCB തുറന്നു കൊടുന്ന്. ആ ഇവിടുന്ന് തുറന്ന് ഇയാളെ അതെന്നെടാ ഈ ചെറിയ കുഴി തുറക്കാനായിട്ട് നമ്മ പെട്ട പാട് നമുക്കറിയുള്ളൂ. അപ്പോഴാണ് ഇത് കഴിഞ്ഞിട്ടില്ല, ഇത് ഉണ്ടാക്കി കഴിഞ്ഞേക്കുമ്പോ അവന് എടാ ഇവന് ഓരോ ഐഡിയ കൊണ്ടുവരും. ഇവന് ആ നേരെ തുറന്നു കൊടുത്ത് ചെലപ്പോ ഒന്നിലേക്ക് കിണറ് കുറച്ച് ചോറ് അടുക്കളയിലേക്കൊക്കെ എനിക്ക് തുറന്നോട്ടെ. അടുത്തെന്റെ വീടുണ്ട് ചെലപ്പോ. എടാ മോനെ പിടിച്ചു കൊണ്ട് പോട്ടാ. ഞാൻ തുറന്നു പ്രശ്നമായി. ഇനി മൈൻഡ് മാറി പറയണ്ട. ഇപ്പൊ തന്നെ കൊത്തിരി തരട്ടെ. എടാ ഇതിന്റെ ഉള്ളിൽ ഒരു ക്യാമ്പ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? വേവ് ഭയങ്കര ചൂടാണ്. എന്തായാലും എയർ വെന്റിലേഷൻ വെക്കേണ്ടി വരും. പക്ഷെ പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിലടാ ഒന്നും കാണൂല. ആകെ ജസ്റ്റ് ആ വാതിലിന്റെ ഭാഗം കാണും. അതുകൂടി മണ്ണിട്ട് മൂടി കഴിഞ്ഞാൽ ഒന്നും കാണൂലേ. ഈ റൂഫിന്റെ മുകളിൽ കൂടെ നടന്നു പോവാ. പക്ഷെ ആൾക്കാരൊക്കെ അറിയണ കാറൊക്കെ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ ജമ്മെന്ന് പറഞ്ഞിരിക്കും താഴേക്ക്. സംഭവം എന്തായാലും അത്യാവശ്യം സ്പേഷ്യസ് ആയല്ലേ. നമ്മ ആകെ ഇത്ര സെറ്റപ്പ് ചെയ്തിട്ടേ ഇതിന്റെ ഉള്ളിൽ ഒന്നും വെച്ചില്ലടാ. ആകെ ഒരു പായ മാത്രം കൊണ്ടുവന്ന് വെച്ചത്. കിടന്നോക്കിയേ. ആയി കൊള്ളാല്ലേ, രണ്ടുപേരും കിടക്കാല്ലേ. നേരത്തെ കുളിച്ച് കൂട്ടിട്ട് വരത്തില്ല. ഓ കുറച്ച് ഫുഡും ഇച്ചിരി വെള്ളം ഇച്ചിരി AC കൂടി ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ സെറ്റാണ് ട്ടാ. യുദ്ധമൊക്കെ വരെയാണ് വിളിച്ചിരിക്കാം. എടാ ഒരു താക്തികമായിട്ട് പറഞ്ഞു. മിസൈൽ കറക്റ്റിനുള്ളിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ പോക അത്ര ഉണ്ടാവുള്ളൂ. അയ്യ അപ്പൊ പ്രവീൺ മച്ചാൻ ഈ ഗുഹ ഇഷ്ടായില്ലെന്നാണ് പറയണതല്ലേ? അങ്ങനല്ല, ഇതിന് വേറൊരു ടണൽ വഴി വേറൊരു ഗുഹ. എടാ ഒരെണ്ണം ഉണ്ടാക്കി എന്റെ ക്ഷീണം മാറിയിട്ടില്ല. അപ്പോഴേക്കും അവന്റെ അടുത്ത ഐഡിയ അടുത്ത ടണൽ ഉണ്ടാക്കണം. ഓക്കെ നമ്മുടെ ടണലിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ പ്രവീൺ മച്ചാൻ വേറെ ടണൽ ഉണ്ടായിക്കോട്ടെ. അങ്ങനല്ല, നിങ്ങളെല്ലാരും വന്ന ടണലിലേക്ക് നിക്ക് പ്രവീൺ മച്ചാൻ നിക്ക് പ്രവീൺ മച്ചാന്റെ കൂടെ പുതിയ ടണൽ ഉണ്ടാക്കണത് ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ആരൊക്കെ ഉണ്ട്? ഇവിടെ രണ്ടുപേരുണ്ട്. നീ ചോദിക്ക്, നീ കൺവിൻസ് ചെയ്യ്. എന്റെ കൗട്ടയുണ്ട്. അവനിന്ന് മുങ്ങി. ടണലാണെന്ന് പറഞ്ഞപ്പോ തന്നെ മുങ്ങി. നീ കാജു കൊണ്ട് വാ, ഇവിടെ ഇരിക്കി. കണ്ണ് പൊത്തിയിട്ട് ചോദിക്ക, പ്രവീൺ മച്ചാൻ പുതിയ ടണൽ ഉണ്ടാക്കുന്നു പറഞ്ഞു, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ?
അപ്പൊ നിനക്ക് ഒരാളെ കിട്ടി. എഡ്വിൻ കണ്ണോത്തണം അല്ലെങ്കിൽ ഞങ്ങൾ കാണൂലേ? ആ പറ. മച്ചാൻ പുതിയ ടണൽ ഉണ്ടാക്കുന്ന പറയുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? നമ്മുടെ ടണൽ തന്നെ നമ്മൾ അടിപൊളിയാക്കും. ഇത് അടിപൊളിയാക്കിയാ യെസ്. അപ്പൊ ഞങ്ങൾക്ക് ആളെ കിട്ടി. അയ്യോ ഇല്ല, ഞങ്ങ മൂന്ന് പേര്. നീ ഇനിയുള്ളത് ഇനി ഭൗമിക്കിരണുണ്ട്. ജർമ്മൻ കിരണ ഞങ്ങളെടുത്ത്, തൊരപ്പന് ഞാനെടുത്ത്. നിങ്ങക്ക് ഒരാളൂടി ഉണ്ട്, ഭൗമിക്കിരണുണ്ട്. അല്ല അവനെ കൺവിൻസ് ചെയ്തെടുത്തോട്ടാ. അപ്പൊ സെറ്റ് ആയിട്ടോ. നമ്മള് ഈ സാധനത്തിന്റെ ഉള്ളില് അടിപൊളിയാക്കും, മൊത്തം ടണൽ സൂപ്പർ ആക്കും. ഓക്കെ, ഞങ്ങളതിൽ ഇടപെടുന്നില്ല. ഓക്കെ അല്ലേ? നമുക്ക് സെറ്റ്. അതന്നെ, ഇവര് കുത്തിരിവിളേക്കും മഴ വരും. അപ്പൊ എന്തായാലും എടാ ഇതിന്റെ ഉള്ളിലില്ലേ എന്തായാലും ഒരു ദിവസം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അന്ന് വരോ? പിണങ്ങി വരാണ്ടിരിക്കോ? ഓക്കെ. അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാന് നമ്മള് കുത്തിയ ടണല് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയണേ. അവന് സ്വന്തം അല്ല ചൂടൊക്കെ ഉണ്ട്, അതൊക്കെ സമ്മതിച്ച്. പക്ഷെ ഇത് ഇഷ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അടുത്തത് കുത്തട്ടെ. ദേടാ ഇത്ര നേരം ഒരു കുഴപ്പമില്ലായിരുന്നിട്ട് അവന്. ഇപ്പൊ പ്രവീൺ മച്ചാൻ പുതിയത് കുത്തിയതുണ്ടപ്പോഴേ കുഴപ്പമില്ല. കുത്തട്ടെ നമുക്ക് നോക്കിക്കാട്ടെ എങ്ങനെയുണ്ട് ഒരു കുത്തണം. ഇവരുടെ പുതിയ ടണല് കാണാനായിട്ട് നമ്മള് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാടാ. നോക്കട്ടെ നോക്കേ ലൈവ്. ആ എന്നിട്ട് ടേസ്റ്റ് മണ്ണിന്റെ ആണോ ശരിക്കും? ശരിയാണല്ലോ. ഇന്ന് ഉറവ് വരും. എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഉള്ളിൽ നമ്മ ഒരു ദിവസം ക്യാമ്പ് ചെയ്യട്ടെ. പക്ഷെ എടാ ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ചൂടാട്ടാ. നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അണ്ടർഗ്രൗണ്ട് ഒക്കെ വെക്കുമ്പോ അതിന്റെ ഉള്ളില് ഒരു വെന്റിലേഷൻ വെച്ചില്ലെങ്കിൽ പണിയാണ്. നമ്മ ഒട്ടും വേർത്തിട്ടില്ല. അതായത് അവനൊക്കെ വേർത്തവന്റെ കളർ നോക്കിയേ, ഷർട്ടിന്റെ കളർ നോക്കിയേ. അയ്യോ ആ ശരിയാണല്ലോ. ഇവിടെ ഉണ്ടെന്നേ ലെൻസൊക്കെ ഹ്യൂമിഡിറ്റി കയറിയിട്ടേ. അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി ആണ് ഇതിന്റെ ഉള്ളില്. അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാനെ നമ്മൾ ഇതിന്റെ ഉള്ളില് 24 hour ക്യാമ്പിങ് സെറ്റ് ചെയ്യാൻ പോവാണ്. അതും ഭൂമിയുടെ അടിയിൽ ഭൂമിയുടെ മുകളിലായിട്ട് ഒരു ബന്ധമില്ലാണ്ട് 24 hour ക്യാമ്പിങ്. ഇതൊന്നും ആയിരിക്കില്ല കേട്ടോ സെറ്റപ്പ്. ഇതൊക്കെ നമ്മൾ മൊത്തം കളറാക്കും. ഇതിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. അല്ല ഇത് നിനക്ക് ഇഷ്ടായില്ലെന്നല്ലേ പറഞ്ഞേ? നീ വേണം പറഞ്ഞ എന്താണ്? തൊട്ടപ്പുറത്ത് കുഴി. അടുത്ത പണിയെടുക്കട്ടെ. അവര് പണിയെടുക്കട്ടെ. കുറച്ചു നേരത്തെ ഡയലോഗ് അടിച്ചാണ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് സെറ്റ് ചെയ്യട്ടെ. അല്ല എന്തായാലും 24 hour നമ്മളിവിടെ ക്യാമ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അല്ല അതന്നെ ഒരു കുത്തട്ടെ. രണ്ടുപേരുണ്ടല്ലോ. ഇതൊന്നും തുറക്കാൻ പറ്റൂല. നമ്മുടെ ഈ ടണൽ നമ്മള് വൃത്തിയാക്കാൻ സമ്മതിക്കൂല. അല്ല ഇപ്പൊ തീരുമാനത്തിലെടുക്കണം. ഈ ടണലിൽ കൂടുന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ വേറെ ടണൽ കുത്തുന്നോ? ഇപ്പൊ തീരുമാനം പറയണം. ചെയ്യാന്ന് ഈ ടണൽ സ്റ്റേ ചെയ്യാന്ന്. അപ്പൊ വേറെ ടണൽ വേണ്ടല്ലോ. ഏതെങ്കിലും ഒരു വാക്ക് പറയണം. അല്ലെ ഒരെണ്ണത്തിൽ ഉറച്ചിക്കണം. ഇപ്പൊ പറയണം ഈ ടണലില് കൂടുന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ ടണലിലേക്ക് മാറുന്നോ? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇതിന്റെ ഉള്ളിൽ പോർഷൻ ഒന്നും വരൂല. അല്ലടാ കൊടുക്കണോ? ഇതിനുള്ള പോർഷൻ കൊടുക്കണോ? വേറെ പണിയാണ്. ഓക്കെടാ ഡീൽ. അപ്പോ നമ്മള് ഉണ്ടാക്കിയ ഈ മനോഹരമായ അണ്ടർഗ്രൗണ്ട് ഹൗസ് പ്രവീൺ മച്ചാന് പറ്റില്ല എന്നാണ് പറയുന്നത്. പ്രവീൺ മച്ചാൻ ഇപ്പൊ വേറെ ഉണ്ടാക്കും. അജു ഓക്കെ ഭൗമിക്കന അവൻ വരെയാണെങ്കിൽ കേട്ടോ. അല്ലാണ്ട് അവനോട് നിക്കണം പറയണെങ്കിൽ ഞങ്ങൾ തരൂല. അല്ല ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് ഇവിടെ നിൽക്കണ പ്രശ്നം ഉണ്ടോടാ? എടാ ഇതിന്റെ ഉള്ളിൽ രസോടാ. ഇതേ മുകളിലൊക്കെ നോക്കിയാ എടാ പ്രവീണ നീ ആലോചിച്ച് നോക്ക്. ഇതുപോലൊരു സെറ്റപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കണേ നല്ല ടൈം എടുക്കും. ഇത് നോക്കിയേ സിമ്പിൾ ആയിട്ട് ഇതേ മേൽക്കൂരി ഉണ്ട്, ലൈറ്റ് ഉണ്ട്, കേറി പോവാൻ പടി ഉണ്ട്. ഒരു പായേ ഓക്കെ നിങ്ങള് സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ കൂടാം.
നോക്കട്ടെ, ആലോചിക്കട്ടെ. ഒന്ന് ആലോചിച്ചിട്ട് മതി. എന്തായാലും നമ്മള് 24 hour. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ടണൽ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്തായാലും ഇതിന്റെ ഉള്ളിൽ സെറ്റപ്പ് ആക്കി എടുക്കൂട്ടാ. കിടക്കാനുള്ള സെറ്റപ്പ്, ഇരിക്കാനുള്ള സെറ്റപ്പ്, പിന്നെ എന്തൊക്കെ വേണം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കി എടുക്കും. അത് കഴിഞ്ഞിട്ട് പ്രവീൺ മച്ചാൻ പറയട്ടെ, ഈ പറഞ്ഞ പ്രവീൺ മച്ചാൻ തന്നെ പറയും ഇതിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ പോണില്ല, ഇതിന്റെ ഉള്ളിൽ തന്നെ സെറ്റ് ആവും വേണമെന്ന് പറയും. ആ അവസ്ഥയിലേക്ക് എത്തിക്കും നമ്മള്, അല്ലേ പ്രവീണേ? ഓക്കെ, അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാൻ ആലോചിക്കട്ടെ. നമുക്ക് ഇനി 24 hour ക്യാമ്പിങ്ങിനുള്ള ടൈമിലേക്ക് ബാക്കി സെറ്റപ്പ് ആക്കാം. ഏതാ ഇറങ്ങി ഇന്നത്തെ പരിപാടി നിർത്താ. ഓ, ഇതിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടേ സത്യം പറഞ്ഞാൽ വെന്ത് പോയി. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം, ബാ. അപ്പൊ ദേ നമ്മള് ഹായ് പടിക്കെട്ടുകൾ കയറി തിരിച്ചു പോവാണ്. ഓ, ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോണത് ഇച്ചിരി പണിയാണ് കേട്ടോ. അതേ കണ്ട, ഇവിടെ എത്തിക്കഴിയുമ്പോ ഇത് തുറന്നാൽ മാത്രമേ നമുക്ക് പുറം ലോകമായിട്ട് ബന്ധമുള്ളൂ. ഓ എൻ്റെ അമ്മേ, ആ എൻ്റെ പൊന്നോ, വാടാ പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. ഇവിടെ ഇരുട്ടാണല്ലോ മൊത്തം. നിക്ക്, കേറിക്കോ കേറിക്കോ. ആ വാടാ, ഇത് വാ നീ. അങ്ങനെ നമ്മള് തുരങ്കത്തിന്ന് പുറത്തിറങ്ങി. പ്രവീൺ മച്ചാനെ, തുരങ്കത്തിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നത് പിടിച്ചോടാ. എല്ലാവരും ഇറങ്ങി. നമ്മളിത് ഇത് അടച്ചിടാണ്. ഇനി ഇത് മോഡിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി പരിപാടി. അപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് ടണൽ തൽക്കാലം നമ്മൾ അടച്ച് മണ്ണിട്ട് മൂടാണ്. തെളിവൊന്നുമില്ല കണ്ട, മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ ആരും അറിയണില്ല. ഓ എൻ്റെ പൊന്നോ, അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാട്ടാ. അപ്പോൾ മച്ചാന്മാരെ, ഇത് അങ്ങനെ നമ്മുടെ കരയ്ക്ക് എത്തി. അണ്ടർഗ്രൗണ്ടിൽ പോയി സത്യം പറഞ്ഞ 5 കിലോ കുറയ്ക്കുന്നു തോന്നല്ലേ? 5 കിലോ ഒന്നല്ല, വേർത്ത് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഒരു എയർ വെന്റിലേഷൻ കൂടി വെച്ചില്ലെങ്കിൽ നമുക്ക് ചത്തൊന്നും പോയില്ലടാ. അങ്ങനെ ക്യാമ്പിങ്ങിന് അതിദാരുണമായി ശം ആ അവസ്ഥയിലാവും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമായിട്ട് ഇന്നിപ്പോൾ മൊത്തം പണിയായിരുന്നു. പണി കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല പുഴുക്കം, ഭയങ്കര ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമിഡിറ്റി, ഒരു രക്ഷയില്ല. അതൊക്കെ നമ്മളിനി അടുത്ത ക്യാമ്പിംഗ് വീഡിയോ വരുന്നുണ്ട് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ഹൗസിൽ. പ്രവീൺ മച്ചാൻ പറഞ്ഞത് പ്രവീൺ മച്ചാന് വേറെ വേണമെന്നാണ്. നോക്കാം, മനസ്സ് മാറില്ലെന്നറിയില്ല. പ്രവീണിൻ്റെ കൂടെ അജു പറഞ്ഞായിരുന്നു അവർക്ക് വേറെ ടണൽ പണിയണമെന്ന്. പണിയാണെങ്കിൽ പണിതോട്ടെ, ഡീറ്റെയിലൊക്കെ തെളിവുള്ള സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഇല്ലല്ല വാക്ക് പറഞ്ഞു ഇല്ല, പ്രവി വാക്ക് മാറ്റി പറഞ്ഞായിരുന്നു, അത്രയ്ക്ക് അറിഞ്ഞാൽ മതി. ഇല്ല കണ്ട, ഇല്ല, അതാണ് എന്തായാലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കണം നമ്മള്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾക്ക് വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ കണ്ടിന്യൂറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിലേക്ക് പ്രവീൺ, അതുപോലെ ടീം M4 Technology. It's me, Joe Joseph, signing out.